A few moments later. എടി ആ പുതിയത് വന്ന പെണ്ണല്ലേ അവിടെ നിൽക്കുന്നത്? എടി ഞാനവളെ പരിചയപ്പെട്ടു. അവള് നമുക്ക് പറ്റിയ ആളാ. ആ അനന്യ കൂട്ടിന് പോലെയല്ല. പക്ഷെ അവക്ക് കുറച്ച് ചാട കൂടുതലല്ലേ. നമുക്ക് സോപ്പിട്ട് നിർത്താന്നേ. നമ്മള് വല്ലാണ്ടങ്ങ് മനസ്സിരുത്തി സൗഹൃദം ഉണ്ടാക്കൊന്നു വേണ്ട. നമുക്കൊരു മെയിന സൗഹൃദം അത് മതി. എന്തായാലും അവൾ വന്നപ്പോ തൊട്ട് എല്ലാവരും അവളെ നോക്കിക്കൊണ്ടിരിക്കാ. നോക്കുമോളെ പഠിപ്പിച്ചു വന്നിരിക്കുന്നു. കണ്ടോന്നേ? കണ്ടു കണ്ടു. ഞങ്ങൾ പഠിക്കുന്നതിന് നിങ്ങൾക്ക് എത്ര കുഴപ്പം? ഓ, നമ്മുടെ ബിന്ദു മിസ്സിന്റെ ഫേവറേറ്റ് സ്റ്റുഡൻസാ. ഒന്നും പറയില്ലേ? അവരൊന്നും പറയില്ലേ? ഞങ്ങളിപ്പോ നിങ്ങളുമായി വഴക്കടിക്കാൻ വന്നതല്ല. എപ്പോ എക്സാം? ഉച്ചക്ക് ശേഷം കേട്ടോ. ഉച്ചവരെ നമുക്ക് ക്ലാസ് ഉണ്ടോ? മാന്യമായി ചോദിച്ചുകൊണ്ട് മാന്യമായി ഉത്തരം പറയുന്നു. നമുക്ക് രാവിലെ വൈകുന്നേരം ബസ് ഉള്ളൂ. പക്ഷെ ഉച്ചയുടെ ശേഷമാണ് എക്സാം. അതെന്താ അങ്ങനെ? ഞങ്ങൾ പോയി ചോദിച്ചു നോക്കേ. ഞങ്ങളോടല്ല അത് ചോദിക്കേണ്ടത്. ഞങ്ങളുടെ മാന്യത കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തന്നു. നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളായിട്ട് പോലും. ശത്രുക്കളോ? ഞങ്ങൾ എങ്ങനെ നിങ്ങൾ ശത്രുക്കളാവുന്നത്? ഞങ്ങളെ കണ്ണില് നിങ്ങൾ ഞങ്ങൾക്ക് ശത്രുക്കൾ തന്നെയാ. എനിക്ക് തോന്നുന്നത് 10th എക്സാം രാവിലെ അല്ലേ. അപ്പൊ അവർക്ക് വൈകിട്ടല്ലേ പോകാൻ പറ്റൂ. അപ്പൊ എല്ലാം കൂടി ഒരു ബസ്സിൽ കൊണ്ടുപോകാന്ന് കരുതിയിട്ടാവും. പിന്നെ നമുക്ക് ഇവിടെ വന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. എന്നാ നമുക്ക് പോവാലേ? ആ പോവാ. എടി ഇവര് ആ ക്ലാര നമ്മളെ എന്തോ ബന്ധമുള്ള പോലെ തോന്നുന്നു. എന്ത് ബന്ധം? അവര് ബസ്സിലല്ല വന്നത്. അവര് വന്നത് അവിടെ പപ്പയുടെ കാറില. ഓ, എന്തെങ്കിലും ആട്ടെ. നീ വന്നേ. ഇത്തവണത്തെ പരീക്ഷയ്ക്കെങ്കിലും നമുക്ക് അവർക്ക് മാർക്ക് മേടിക്കണം. ഓക്കെ ഗായ്സ്. ഹേയ് ക്ലാര. ഞാൻ സ്കൂളിലെ പുതിയതാണ്. ആ, അത് ഞങ്ങൾക്ക് അറിയാലോ. നെക്സ്റ്റ് ഇയർ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ആണോ? യെസ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. എനിക്ക് ഫ്രണ്ട്സ് വേണം. നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് ആകാമോ? ഈ സ്കൂളിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ് നിങ്ങൾ രണ്ടുപേരുമായി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ഞാൻ ചൂസ് ചെയ്തത്. ആണോ? നിങ്ങള് ആ മറ്റേ അനന്യയുടെ ക്ലാസ്സിലല്ലേ? അതെ, ഞാനും ആ ക്ലാസ്സിലേക്കാണ് ചേരുന്നത്. അപ്പൊ നീ പറഞ്ഞു വരുന്നത് നമുക്ക് ഫ്രണ്ട്സ് ആവാന്നാണോ? യെസ്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളൊന്ന് സെൽഫ് ഇൻട്രൊഡക്ട് ചെയ്യുമോ? ആം റോസി. എന്റെ ചേച്ചി സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആം ജെമി. എന്റെ ചേച്ചി ഇവിടെ പഠിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും ചേച്ചിമാർ ഇവിടെ തന്നെയാണോ പഠിക്കുന്നത്? അതെ. ഇനി ക്ലാരെ പരിചയപ്പെടുത്താമോ? ആം ക്ലാര ഫ്രം അമേരിക്ക. ഇപ്പൊ എന്താ ഇങ്ങോട്ട് വരാൻ കാരണം? മമ്മിക്ക് നാട്ടില് ബിസിനസ് തുടങ്ങാൻ ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് 2 years ഓഫ് ഞങ്ങൾ ലീവ് എടുത്ത് വന്നിരിക്കുക. അപ്പൊ അവിടുത്തെ ബിസിനസ്സോ? അതൊക്കെ ഡാഡിയും പിന്നെ ഞങ്ങൾക്ക് കുറെ ജോലിക്കാരുമുണ്ട്. അതൊക്കെ അവർ നോക്കിക്കോളും. അല്ല, നിന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അത് ഞാനിപ്പോൾ റിവീൽ ചെയ്യില്ല. ഞാൻ ആവശ്യം വരുമ്പോൾ റിവീൽ ചെയ്യാം. നിങ്ങളുടെ റിലേറ്റീവ്സ്? അത് ഞാൻ പറയാം. ബട്ട് ഇപ്പൊ തന്നെ പറയാൻ പറ്റില്ല. എനിക്ക് നിങ്ങളോട് ഒരു ട്രസ്റ്റ് വരണം. അല്ലാതെ നിങ്ങൾ ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് വേസ്റ്റ് ആയി പോകും. ഓക്കെ, നിനക്ക് എപ്പോഴാണ് ഞങ്ങൾ ട്രൂ ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് അപ്പൊ നീ പറഞ്ഞാൽ മതി. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, സീസൺ 2 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ സീസൺ 1 എല്ലാ കഥാപാത്രങ്ങളും ഇതിലുണ്ട്. പക്ഷെ നമ്മൾ പേര് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ആദ്യമുള്ള പേരിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ കമന്റ് ചെയ്യൂ കേട്ടോ. നമ്മൾ പുതിയ പേരുകൾ കൊടുത്തത് പുതിയ സീസൺ ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. നിങ്ങൾക്ക് പഴയ പേരുകളായ ഇച്ചാപ്പി, അനു, പാറു, പാത്തു എന്നീ പേരുകളാണ് ഇഷ്ടമെങ്കിൽ അത് നിങ്ങൾ പറയൂ. പുതിയ സീസൺ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് മാറ്റങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ പേരുകൾക്ക് മാറ്റം വരുത്തിയത്. നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. സീസൺ 1 ഒരുപാട് പേര് മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും നമ്മൾ പടത്തിലോട്ട് കൊണ്ടുവരും കേട്ടോ. ബൈ ബൈ. എപ്പിസോഡ് തുടരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾക്ക് അനന്യയും കൂട്ടരെയും ഇഷ്ടമല്ല അല്ലേ? തീർച്ചയായും ഞങ്ങൾക്ക് അവരെ കണ്ടുകൂടാ. അവർക്കിട്ടൊരു പണി കൊടുക്കാൻ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒന്നും അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ധൈര്യമില്ല. വീട്ടിലായിരുന്ന സീനാവും. എന്നാൽ നിങ്ങൾക്ക് ഒരു എഫേർട്ടും ഇല്ലാതെ അവർക്കിട്ടൊരു പണി കൊടുക്കാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തന്നാൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിയോ ആയി കൊല്ലങ്ങളോളം ഈ സ്കൂളിൽ തുടരും. നിന്നെ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യും. നീ ഞങ്ങൾക്ക് പറ്റിയ ആളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. എന്ന് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. പക്ഷെ ഇതിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. ഉറപ്പായും ഞങ്ങൾ സഹായിക്കും. ഇതാരും അറിയരുത് എന്ന് ഞാൻ പറയാം. ഐഡിയ. ഞങ്ങൾക്ക് അവളുടെ വെറുപ്പില്ല. കാരണം അവർക്ക് ഞങ്ങൾക്കായി മാർക്ക് കൂടുതലാ. ഇനി അവർക്ക് ഞങ്ങൾക്കായി മാർക്ക് കൂടാൻ പാടില്ല. ഫൈനൽ റിസൾട്ട് വരുമ്പോ അവർക്കായി ഞങ്ങൾക്ക് മാർക്ക് വേണം. ഞങ്ങളെ വീട്ടിലുള്ളവർക്ക് എപ്പോഴും പറയാനുള്ളത് അവരെ കണ്ട് പഠിക്കുന്ന. ഇനി അതൊക്കെ മാറ്റി പറയാം. ഈ കാര്യം വർക്കൗട്ട് ആയാൽ. വർക്കൗട്ട് ആവണം. നമ്മൾ വർക്കൗട്ട് ആക്കും. എന്നാൽ നമുക്ക് അതിനുള്ള പണികൾ തുടങ്ങാം അല്ലേ? ഓക്കെ. എന്ത് ചിരിക്കുന്നേ? എന്റെ റോൾ നമ്പർ എടുത്ത്. നിന്റെ റോൾ നമ്പർ ആയതുകൊണ്ട് അത് എന്റെ അടുത്ത് ഇരിക്കുന്നത്. അല്ലാതെ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടായിട്ടില്ലെന്ന് എനിക്കറിയാം. നിന്റെ അടുത്ത് റോൾ നമ്പർ കിട്ടിയത് എന്റെ ഭാഗ്യവാ. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ? അവർ ഓരോരുത്തരും ഓരോ ക്ലാസ്സിലായി പോയി. ഞാനിവിടെ ഒറ്റയ്ക്കാ. ഒരു ഗുഡ് ലക്ക്. ഹഗ് ചെയ്യാം നമുക്ക്. എക്സാം അല്ലേ? ഓക്കെ. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. മതി. നോ ഐ വാണ്ട് ടു ഹഗ് യു മോർ. സോറി ഫോർ എവരിതിങ്. ഇതൊക്കെ വേണ്ടായിരുന്നു. എന്താ കെട്ടിപ്പിടുത്തം? അല്ല, അതിനാണ് ഞാൻ പോസിറ്റീവ് ആവുന്നേ. എല്ലാവർക്കും ഷീറ്റ് തരാം. ടൈമായി. A few moments later. എല്ലാവരുടെയും എഴുതി കഴിഞ്ഞില്ലേ? ടൈം കഴിഞ്ഞു. ടീച്ചർ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം?
ഈ അമ്മൂത് എവിടെ പോയി കിടക്ക? അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെയാ. കുറച്ചുകൂടെ വൈകിയ എക്സാം ആള് കേട്ടതില്ല. വല്ലാത്തൊരു കഷ്ടം തന്നെ ഇത്. ഹായ് ദേവു. ഹായ് ദീപു. ദേവുന് സുഖമല്ലേ? സുഖം. ദേവു പഠിച്ചോ? പഠിച്ചല്ലോ. ദീപു പഠിച്ചോ? പേര് തന്നെ എന്താ മേച്ച്? ദീപു. എന്താ ദീപു പറഞ്ഞത്? ഒന്നുമില്ല ദേവു, ഞാനൊന്നും പറഞ്ഞില്ല. ദീപു അമ്മൂനെ കണ്ടായിരുന്നല്ലോ. എവിടെയാ? അവളത് അർജുനോട് സംസാരിച്ചു നിൽക്കുന്നു അവിടെ. അവള് ഞാനിവിടെ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നു. അവരോട് സംസാരിച്ചോട്ടെ, നമുക്ക് ഇവിടെ സംസാരിക്കാം. അതല്ലടാ, എനിക്ക് പഠിക്കാനുണ്ട്. അവള് വേണം. നീ ഒന്ന് അവളെ വിളിച്ചോണ്ട് വരും. ഇവളുമായി സംസാരിക്കാൻ കിട്ടിയ അവസരം. എന്താ ദീപു? ഒന്നുമില്ല. നീ പഠിച്ചോ? ഇല്ല ദീപു, ഞാൻ പഠിച്ചിട്ടില്ല. അതെന്താ? നീ സാധാരണ പഠിക്കാറുണ്ടല്ലോ. അത് ദീപു, എന്റെ വീട്ടില് ഇന്നലെ കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ആണോ? ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരണ്ട്. ദീപു, നീ പഠിക്കോ? പിന്നല്ലാതെ, ഞാൻ പഠിക്കാതെ പിന്നെ ക്ലാസ് ടെസ്റ്റ് പോലെയാണോ? ഇത് ഫൈനൽ എക്സാം അല്ലേ? ഇതിന് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എക്സാം പേപ്പർ കാണുമ്പോ ഞാൻ തലേന്ന് പാറിപ്പോയിക്കോളും. ഇങ്ങനെ ശപിക്കല്ലേടി. നീ അമ്മൂനെ ഒന്ന് വിളിച്ചു കൊണ്ടുവരൂ. എന്താ നീ ഇങ്ങനെ? ഓ, നിനക്ക് വേണ്ടി അമ്മോനെ വിളിക്കാൻ പോയാലേ? അതൊന്നുമില്ല ദേവു. ഇന്നലെ വന്ന ഗസ്റ്റുകളാരാ? ഇന്ന് സ്കൂളിൽ വന്നിരിക്കുന്ന ക്ലാര ഇല്ലേ? അവളിപ്പോ സ്കൂള് മുഴുവൻ ചർച്ചാ വിഷയമാ. അവളെ എന്റെ അച്ഛന്റെ അനിയത്തിയുടെ മോളാ. എന്നിട്ട് ആ ബന്ധമൊന്നും അവള് നിന്നോട് കാണിക്കുന്നില്ലല്ലോ. അവൾക്ക് ഭയങ്കര ജാടയാന്നേ. അപ്പൊ ഞങ്ങള് വല്ലാണ്ട് മെയിൻ ചെയ്യാനൊന്നും പോക്കില്ല. ആണോ? നിന്നെ പോലെ ജാടയില്ലാത്തവരാവോ എല്ലാവരും? എനിക്ക് ജാടയൊക്കെ ഉണ്ട്. എനിക്ക് ജാടയില്ലാന്ന് നിന്നോടല്ലേ പറഞ്ഞത്? ഞാനങ്ങ് കരുതി നിനക്ക് ജാടയില്ലാന്ന്. അല്ല, നീ അടുത്ത പ്രാവശ്യം സ്കൂള് മാറുന്നുണ്ടെന്ന് കേട്ടു. എനിക്ക് എന്താണെന്നറിയില്ല, സ്കൂൾ മാറാൻ ഭയങ്കര ആഗ്രഹം. ഞാനും അമ്മും കൂടെ മാറാൻ പോവാ. എന്തിനാ മാറുന്നത്? നമ്മുടെ സ്കൂള് വൈബല്ലേ? ഇവിടെ പഠിത്തം അത്ര സ്ട്രിക്റ്റ് ഇല്ല. എനിക്ക് നല്ല സ്ട്രിക്റ്റ് സ്കൂളിലേക്ക് പോകണം. അതെന്തിനാ? എനിക്ക് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയ സ്കൂളാണ് ഇഷ്ടം. എല്ലാവർക്കും ഫ്രീഡം ഉള്ള സ്കൂളല്ലേ ഇഷ്ടം. നിനക്ക് മാത്രം എന്താ സ്ട്രിക്റ്റ് ആയ സ്കൂള്? അതങ്ങനെയാടാ, എനിക്ക് അങ്ങനെ ഒരു മൈൻഡാ. നീ എങ്ങോട്ടാ മാറാൻ പോകുന്നത്? അത് ഞാൻ പറയില്ല. അതെന്താ പറയാത്തത്? അത് പറഞ്ഞാൽ നീ പറ. എന്താ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ഞാൻ പറയുന്നില്ലടാ. ചിലപ്പോ ഞാൻ സ്കൂൾ മാറില്ല. എനിക്ക് വീട്ടിൽ നിന്ന് ഇതുവരെ സമ്മതം കിട്ടിയില്ല. അത് കേട്ടിട്ട് വേണം എനിക്ക് പോവാനായിട്ട്. അപ്പൊ ഇനി ഞാൻ മാറുന്നുണ്ടെന്ന് സ്കൂളിൽ മുഴുവൻ പാടിക്കഴിഞ്ഞാലേ ഞാൻ അടുത്ത കൊല്ലം ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ആകെ മാറും. അപ്പൊ നീ ഉറപ്പിച്ചിട്ടില്ല, പിന്നെന്തിനും നീ ഇത് പറഞ്ഞോണ്ട് നടക്കുന്നേ? വെറുതെ രസം. അല്ല, അർജുനമ്മോ അവിടെ എന്താ സംസാരിക്കുന്നേ? ആ പുതിയ പെണ്ണില്ലേ, ആ ക്ലാര, അവനെ നന്നായിട്ട് ശല്യം ചെയ്യുന്നുണ്ട്. അത് അവനക്ക് തീരെ പിടിക്കുന്നില്ല. അവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അമ്മുനെ വഴി പിടിച്ച് വഴക്ക് പറയാ. നിന്നെ കിട്ടാത്തോണ്ടാ, അല്ലെങ്കിൽ നിന്നെ നന്നായിട്ട് പറഞ്ഞേനെ. അതിനെന്തിനാ അവൻ ഞങ്ങളെ വഴക്ക് പറയുന്നേ? നിങ്ങളല്ലേ അവളെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളുടെ ആരോ ആണെന്ന് കേട്ടു. എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ നീ പറഞ്ഞപ്പോ കൺഫേം ആയി. ഓ, ഞങ്ങൾ അവൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി എത്ര പണി പറ്റിയെന്നറിയോ? പക്ഷെ അവൾ ഇങ്ങോട്ട് തന്നെ വന്നു. എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ വിധി. എനിക്കും ആ പെണ്ണിനെ അത്ര അങ്ങ് പിടിച്ചില്ല. അവളുടെ സ്വഭാവം അത്ര നല്ലതൊന്നും എല്ലാം തോന്നുന്നു. നല്ലതല്ലടാ, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ല. ഇന്നലെ അമേരിക്കന്ന് ലാൻഡ് ആയുള്ളൂ. ഇപ്പോഴേക്കും അവള് സ്കൂളിലെത്തി. അപ്പൊ അവള് വിചാരിച്ച ആളല്ലല്ലോ. അത്രക്ക് റിച്ച് ആണല്ലേ? പിന്നെ അല്ല മോനെ, ഭയങ്കര റിച്ചാ. എന്താണ് കാര്യം? പറയൂ.